നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കസ്റ്റംസ് ക്വാർട്ടേഴ്സിലെ ദുരൂഹമരണങ്ങളിൽ മനീഷ് വിജയുടേത് ആത്മഹത്യയെന്ന് പോലീസ് ഉറപ്പിക്കുന്നതിന് കാരണം മനീഷ് തന്നെ എഴുതിയ ഒരു കുറിപ്പാണ്. ആ കുറിപ്പിൽ ജാർഖണ്ഡിലെ വീടിന്റെയും സ്ഥലങ്ങളുടെയും രേഖകൾ, സ്വർണ്ണാഭരണങ്ങൾ, കാർ, ബാങ്ക് സംബന്ധമായ രേഖകൾ ഇതെല്ലാം ഫയലിലാക്കി ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ട്. നിങ്ങൾ ഇതൊക്കെ അബുദാബിയിലേക്കുള്ള എന്റെ സഹോദരിക്ക് കൈമാറണം. അവളുടെ പേരും ഫോൺ നമ്പറും ഒപ്പം നൽകുന്നു എന്നൊക്കെയാണ് എഴുതിയിരുന്നത്. കുടുംബത്തിൽ ഇനി ശേഷിക്കുന്ന അവകാശിക്ക് എല്ലാം കിട്ടണമെന്നാണ് മനീഷ് ആഗ്രഹിച്ചിരുന്നത്. മനീഷ് അവിവാഹിതനാണ്. എന്നാൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ ശാലിനി വിവാഹിതയായിരുന്നെന്നും 2019 വിവാഹബന്ധം വേർപെടുത്തിയതായും റിപ്പോർട്ടുകളുണ്ട്. ഒരു കുട്ടിയും ഇവർക്കുണ്ടായിരുന്നു. ഇവരുടെ അമ്മയുടെ ജനം കിടപ്പുമുറിയിലെ കട്ടിലായിരുന്നു. എറണാകുളത്തെ ഓഫീസിൽ തിങ്കളാഴ്ചയ്ക്ക് ശേഷം ഇദ്ദേഹം എത്തിയിരുന്നില്ല. ലീവും എടുത്തിരുന്നില്ല. അധികം ആരുമായി ബന്ധങ്ങൾ പുലർത്താത്ത ആളായിരുന്നു. കുടുംബത്തിന് മറ്റുള്ളവർക്കുമായി അടുപ്പമുണ്ടായിരുന്നില്ല. ഫോണിൽ ബന്ധപ്പെടാൻ കഴിയാത്തതിനെ തുടർന്ന് സഹപ്രവർത്തകർ ക്വാർട്ടേഴ്സിലെത്തിയപ്പോൾ ശാലിനിയെ പിൻവശത്തെ മുറിയിൽ തൂങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. പോലീസിന്റെ അന്വേഷണത്തിൽ തൊട്ടടുത്ത മുറിയിൽ മനീഷിനെയും തൂങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തി. പിന്നാലെ അമ്മയുടെ ജഡവും കണ്ടെത്തുകയായിരുന്നു. മൃതദേഹങ്ങൾ അഴുകി തുടങ്ങിയിരുന്നു. ശാലിനിക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതായി സൂചനയുണ്ട്. അബുദാബിയിൽ ജോലി ചെയ്യുന്ന സഹോദരി പ്രിയയ്ക്ക് രേഖകൾ കൈമാറാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. മനീഷ് ഡയറിയിൽ ഹിന്ദിയിൽ എഴുതിയ കുറിപ്പും പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ഇത് ആത്മഹത്യാക്കുറിപ്പാണെന്നും സൂചനകളുണ്ട്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരാൻ വേണ്ടി കാത്തിരിക്കുകയാണ് പോലീസ്. വീട്ടിലെ സാധനങ്ങളൊക്കെ കാർഡ്ബോർഡ് പെട്ടിയിൽ ഉൾപ്പെടെ അടുക്കിപ്പെറുക്കി വെച്ചിരിക്കുന്നു. 2 അലമാറയിൽ നിന്നായി 10 പവനോളം സ്വർണവും പോലീസ് കണ്ടെടുത്തു. ഇത് പോലീസ് കസ്റ്റഡിയിലെടുത്തെങ്കിലും നടപടികൾ പൂർത്തിയാക്കിയ ശേഷം പ്രിയയ്ക്ക് തന്നെ അതും കൈമാറും. ജാർഖണ്ഡിലെ റാഞ്ചി സ്വദേശികളായ UC വിജയ്ക്കും ശകുന്തള അഗർവാളിനും 4 മക്കളാണ്. അച്ഛൻ മക്കള് ചെറിയ പ്രായത്തിൽ തന്നെ മരിച്ചു. ബൊക്കാറോയിൽ അധ്യാപികയായിരുന്ന അമ്മയാണ് 4 മക്കളെയും വളർത്തിയത്. ഒരു മകൾ വിവാഹം ചെയ്തപ്പോൾ വിദേശത്താണ്. ഒരു സഹോദരൻ മരിക്കുകയും ചെയ്തു. അതും ആത്മഹത്യയായിരുന്നു. കോഴിക്കോട് കസ്റ്റംസ് പ്രിവന്റീവ് ജോയിന്റ് കമ്മീഷണർ ആയിരിക്കെയാണ് കഴിഞ്ഞ ഏപ്രിൽ മനീഷ് കൊച്ചിയിലേക്ക് സ്ഥലം മാറ്റം കിട്ടി വരുന്നത്. ജോലിയിൽ ആത്മാർത്ഥതയും കൃത്യനിഷ്ഠതയും പുലർത്തുകയും ചെയ്തു. കാര്യമായ സാമ്പത്തിക പ്രശ്നങ്ങളൊന്നും തന്നെ കുടുംബത്തെ അലട്ടിയിരുന്നില്ല എന്നാണ് വിവരം. ജീവൻ ഒടുക്കിയതാണെങ്കിൽ അതിന് മറ്റു കാരണങ്ങൾ ഉണ്ടാകുമെന്നാണ് പോലീസ് നിഗമനം. വീട്ടിൽ നിന്ന് കണ്ടെത്തിയ കുറിപ്പിൽ പക്ഷേ മരണകാരണങ്ങളൊന്നും വ്യക്തമാക്കിയിട്ടുമില്ല. ഇതാണ് പോലീസ് പ്രാഥമികമായി പറയുന്നത്. പ്രധാനമായും 2 സാധ്യതകളാണ് പോലീസ് പരിശോധിക്കുന്നത്. അമ്മ ഏതോ കാരണത്താൽ മരിച്ചു. ഫെബ്രുവരി 14 മക്കൾ ഓൺലൈനായി പൂക്കൾ വാങ്ങി. അമ്മയെ തുണിയിൽ പുതച്ച് പൂക്കൾ വിതറിയ ശേഷം തലഭാഗത്ത് മനീഷും ശാലിനിയും അമ്മയ്ക്കൊപ്പം നിൽക്കുന്ന ചിത്രം വെച്ചു. അമ്മയെ ഏറെ സ്നേഹിച്ചിരുന്ന ഇരുവരും അമ്മ മരിച്ചത് പുറം ലോകത്തെ അറിയിക്കാതെ ആത്മഹത്യ ചെയ്തുവെന്നാണ് ഒരു നിഗമനം. എന്നാൽ അമ്മയുടെ തലയിലെ മുറിവും ദുരൂഹത വർദ്ധിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നടന്നത് കൊലപാതകങ്ങളും ആത്മഹത്യയുമാണെന്നാണ് സംശയം. ശാലിനിക്കെതിരെ പരീക്ഷാ തട്ടിപ്പ് അഴിമതിയിൽ CBI കേസെടുത്തിരുന്നു. ജാർഖണ്ഡ് പബ്ലിക് സർവീസ് കമ്മീഷൻ പരീക്ഷയിൽ 1ാം റാങ്ക് നേടിയതിന് പിന്നാലെയായിരുന്നു ഈ നടപടി. ജോലി തിരികെ പ്രവേശിക്കാത്തതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഈ മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. വീടിനകത്തുനിന്ന് ദുർഗന്ധം വമിക്കുന്നുണ്ടായിരുന്നു. പോലീസ് നടത്തിയ പരിശോധനയിൽ ഇരുവരുടെയും മൃതദേഹങ്ങൾ കണ്ടെത്തുകയായിരുന്നു. അന്തർമുഖനായ മനീഷ് വിജയുടെ സഹോദരി 2006 ജോലി പ്രവേശിച്ചത്. 2013 മുതൽ ജാർഖണ്ഡ് ഹൈക്കോടതിയിൽ ഇവർക്കെതിരെ ഒരു കേസെടുത്തു. ആ കേസ് കോടതി തള്ളിയത് കഴിഞ്ഞ സെപ്റ്റംബറിലാണ്. കോടതി രേഖകൾ പരിശോധിച്ചാൽ ഷാനിയുടെ അഭിഭാഷകന്റെ വിശദീകരണം കേട്ടാണ് ഹൈക്കോടതി കേസ് തള്ളിയത്. തന്റെ കക്ഷിയുടെ ഭാഗത്തു നിന്നും വിവരങ്ങളൊന്നും കിട്ടുന്നില്ലെന്ന അഭിഭാഷകന്റെ വാദം രേഖപ്പെടുത്തിയതാണ് കേസ് തള്ളിയത്. ഷാനി വേഴ്സസ് ഗവൺമെന്റ് ജാർഖണ്ഡ് എന്ന പേരിലാണ് ആ കേസുള്ളത്. ലോകായുക്ത അടക്കം ഈ കേസ് രേഖകളിൽ പരാമർശിക്കുന്നുണ്ട്. അതുകൊണ്ട് ഡെപ്യൂട്ടി കളക്ടറായി ജോലി ചെയ്തിരുന്ന ഷാനിക്കെതിരെ എന്തോ ഒരു അഴിമതി കേസ് നിലവിലുണ്ടെന്ന് വ്യക്തം. ഈ കേസ് കോടതി തള്ളിയതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാകും മനീഷ് വിജയുടെ കുടുംബത്തെ അലട്ടിയിരുന്നെന്നാണ് സൂചന. ഭർത്താവുമായി പിണങ്ങിക്കഴിഞ്ഞിരുന്ന ശകുന്തള അഗർവാൾ സ്വന്തം നിലയിലാണ് മക്കളെയെല്ലാം വളർത്തിയത്. 4 മക്കളാണുള്ളത്. മൂത്ത മകൻ നേരത്തെ ആത്മഹത്യ ചെയ്തു. ഇപ്പോൾ അമ്മയും മകനും ഒരു മകളും മരിച്ചു. ഇനി ഒരാൾ മാത്രമാണ് ശകുന്തളയുടെ മകളായുള്ളത്. ശാലിനി ഡിവോഴ്സ് നേടിയതാണ്. ഇവർക്ക് ഒരു കുട്ടിയുണ്ടെന്ന് വിവരം പുറത്തു വരുന്നുണ്ട്.